ഇടുക്കി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ ഒളിക്യാമറ വെച്ച് വനിതാ പോലീസ് വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ പകർത്തിയ പോലീസുകാരൻ അറസ്റ്റിൽ. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരൻ വൈശാഖ് ആണ് പിടിയിലായത്. സ്റ്റേഷനോട് ചേർന്ന് വനിതാ പോലീസുകാർ വസ്ത്രം മാറുന്ന സ്ഥലത്താണ് ഒളിക്യാമറ വെച്ചത്. ദൃശ്യങ്ങൾ പോലീസുകാർക്ക് ഇയാൾ അയച്ചു നൽകിയതോടെയാണ് പരാതി നൽകിയത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി PA സാഗർ ചേരുന്നുണ്ട്. സാഗർ, എന്താണ് ഈ വാർത്തയുടെ പൂർണ്ണരൂപം? അഭിലാഷ്, ഇക്കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു സംഭവം വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ അറിയുന്നത്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ നഗ്നചിത്രങ്ങൾ ഒളിക്യാമറയിൽ പകർത്തി ഈ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ തന്നെ ജോലി ചെയ്യുന്ന വൈശാഖ് എന്ന സിവിൽ പോലീസ് ഓഫീസറാണ് ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ ഭീഷണിപ്പെടുത്തിയത്. ഇവർ തുടർന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഇടുക്കി വനിതാ സെല്ലിൽ പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഈ സ്റ്റേഷനിലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥനായ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വൈശാഖിനെ സൈബർ വിഭാഗം ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത്. പോലീസ് ഉദ്യോഗസ്ഥയുടെ വസ്ത്രങ്ങൾ മാറുന്ന ദൃശ്യങ്ങൾ മൊബൈലിലൂടെ ഇയാൾ പകർത്തി തുടർന്ന് ഈ ഉദ്യോഗസ്ഥയ്ക്ക് തന്നെ അയച്ചു നൽകിയ ശേഷം ഭീഷണിപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് പോലീസ് നൽകുന്ന വിവരം. ഇതിനൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വൈശാഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനൊപ്പം ഈ അറസ്റ്റ് ചെയ്തതിനോടൊപ്പം തന്നെ ഇയാളുടെ മൊബൈൽ ഫോൺ പോലീസ് പരിശോധിച്ചു. ഈ പരിശോധനയിൽ നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ ഈ വണ്ടിപ്പെരിയാർ സ്റ്റേഷനിലെ മറ്റുള്ള വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും വസ്ത്രങ്ങൾ മാറുന്ന ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 7 മാസക്കാലമായി ഇത്തരത്തിൽ ഇയാൾ ദൃശ്യങ്ങൾ പകർത്തുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഈ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ എത്തി ജോലി ചെയ്തിട്ടുള്ള മുഴുവൻ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും നഗ്നചിത്രങ്ങൾ ഉൾപ്പെടെ ഇവർ അറിയാതെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വസ്ത്രം മാറുന്ന റൂമിൽ ഒളിക്യാമറ വെച്ച് മൊബൈൽ കണക്ട് ചെയ്ത് ഇയാൾ പകർത്തിയെന്നാണ് പോലീസ് അറിയിക്കുന്നത്. മണ്ഡലകാലം മുതൽ വണ്ടിപ്പെരിയാർ സ്റ്റേഷനിൽ ഡ്യൂട്ടിക്ക് വന്ന ഒട്ടേറെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഇവരുടെ എല്ലാം തന്നെ ഒട്ടുമിക്ക ഉദ്യോഗസ്ഥരുടെയും ദൃശ്യങ്ങൾ ഇയാളുടെ ഫോണിൽ ഉണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, കോടതിയിൽ ഹാജരാക്കും. തുടർന്ന് തെളിവെടുപ്പിനും മറ്റുമായി സ്റ്റേഷനിൽ എത്തിക്കും. അഭിലാഷ്, നിലവിൽ ഈ ഒരു ഉദ്യോഗസ്ഥയുടെ പരാതി മാത്രമാണോ ലഭിച്ചിട്ടുള്ളത്? അക്കാര്യത്തിൽ വ്യക്തതയുണ്ടോ സാഗർ? നിലവിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥ മാത്രമാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇവരെ ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങൾ ഇവരുടെ തന്നെ ഫോണിലേക്ക് അയച്ചു നൽകിയ ശേഷം ഇവരെ ഭീഷണിപ്പെടുത്തി. ഇതേ തുടർന്നാണ് ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ വൈശാഖിനെതിരെ പരാതി നൽകിയത്. അതേ തുടർന്നായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ഫോൺ പരിശോധിച്ചപ്പോഴാണ് മറ്റു വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം ദൃശ്യങ്ങൾ ഇയാളുടെ ഫോണിൽ ഉള്ളതായി കണ്ടെത്തിയത്. ഈ ശബരിമല മണ്ഡലകാലം മുതൽ വണ്ടിപ്പെരിയാർ സ്റ്റേഷനിൽ ഒട്ടേറെ പല സ്ഥലങ്ങളിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമൊക്കെ ഈ വണ്ടിപ്പെരിയാർ സ്റ്റേഷനിൽ മണ്ഡലകാലത്തിന് ഡ്യൂട്ടിക്കായിട്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. ഇവരുടെ എല്ലാം അടക്കം ദൃശ്യങ്ങൾ ഫോണിൽ ഉണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. എന്തായാലും ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, കോടതിയിൽ ഹാജരാക്കും. തെളിവെടുപ്പിന് വേണ്ടി വണ്ടിപ്പെരിയാർ സ്റ്റേഷനിൽ ഉൾപ്പെടെ എത്തിക്കുമെന്നാണ് നമുക്ക് തുടരുക. ഇപ്പോൾ ശ്രീ വാഴു സോമൻ MLA ടെലിഫോൺ ലൈനിലുണ്ട്. MLA, ഈ വിഷയം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഇത് വേലി വിളവ് തിന്നുന്ന ഒരവസ്ഥാവിശേഷമാണ് സംജാതമായിരിക്കുന്നത്. ക്രമസമാധാനം പാലിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഇത്തരം വൃത്തിഹീനമായ നടപടി സ്വീകരിച്ചത് ഗൗരവമായ വിഷയമാണ്. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് കത്ത് കൊടുത്തിട്ടുണ്ട്. നടപടി സസ്പെൻഷനായിട്ടുണ്ട്, എങ്കിലും തുടർ നടപടികൾ ശക്തമായി ഉണ്ടാവണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. സസ്പെൻഷൻ എന്ന നടപടി മതിയാകുമോ? ഇല്ല, സസ്പെൻഷന് അന്വേഷണ വിധേയമായിട്ടാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. തുടർ നടപടികൾ മറ്റ് ഡീറ്റെയിൽസ് എല്ലാം കിട്ടിയതിനു ശേഷം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. MLAക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത്? ഇതിപ്പോൾ ഒരു ഉദ്യോഗസ്ഥയാണ് പരാതി നൽകിയിട്ടുള്ളത് എങ്കിലും ഒന്നിലധികം ഉദ്യോഗസ്ഥന്മാരുടെ ദൃശ്യങ്ങൾ ഇയാൾ പകർത്തിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അങ്ങനെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അതിന്റെ നിജസ്ഥിതിയൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതെല്ലാം സ്വാഭാവികമായിട്ടും അന്വേഷണത്തിൽ വരുമല്ലോ. ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ മറ്റു കൂടുതൽ പശ്ചാത്തലമൊക്കെ അറിവുണ്ടോ? അത് എനിക്ക് അത്ര പരിചയം പോരാ. എനിക്ക് കഷ്ടിച്ചയാളെ അറിയാവുന്നുള്ളതല്ലാതെ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. എന്തായാലും ഇത്തരമൊരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനൊരു മാതൃകാപരമായ നടപടി ഉണ്ടായില്ല എങ്കിൽ ഇതൊക്കെ ആവർത്തിക്കപ്പെടുവാനുള്ള സാധ്യതയില്ലേ? തീർച്ചയായും മാതൃകാപരമായ നടപടി ഉണ്ടാവണം. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അതിൽ ഇടപെട്ട് തീരുമാനം ഉണ്ടാക്കുമെന്ന് പ്രത്യാശിക്കുകയാണ്. ഇതിലൊരു കാലതാമസം ഉണ്ടാകുന്നുണ്ടോ? അതായത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അടിയന്തരമായി തന്നെ ഇന്നലെയാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. വളരെ പെട്ടെന്ന് നടപടിയുമായി മുന്നോട്ട് പോകും അല്ലേ? അതെ, അന്വേഷണം
ഇനി പൂർത്തീകരിച്ച് വേണമല്ലോ മറ്റു നടപടികളിലേക്ക് പോകാൻ. Yes. സസ്പെൻഷൻ പെൻഡിങ് എൻക്വയറിയാണ്. Yes. അപ്പൊ സ്വാഭാവികമായിട്ടും അന്വേഷണം നടത്തി അതിന്റെ ഗൗരവം ഗ്രാവിറ്റി എന്താണെന്നുള്ളത് നോക്കിയിട്ട് ശക്തമായ നിലപാടിലേക്ക് എത്തിച്ചേരും. ഒരു വളരെ സംശയവും നന്ദി വേണ്ട. ശ്രീ വാഴൂസോമൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. സാഗർ, തുടരുന്നുവെങ്കിൽ ഈ വ്യക്തിയുടെ പശ്ചാത്തലം ഇതിപ്പോൾ സൂചിപ്പിക്കുന്ന പോലെ അധിക ദിവസമായൊരു വാർത്തയല്ല, അല്ലെങ്കിൽ പുറം ലോകം അറിഞ്ഞത് അല്ലെങ്കിൽ പരാതി പുറത്തു വന്നിട്ടൊന്നും അധിക സമയമായില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇയാളുടെ ഒരു കരിയർ പശ്ചാത്തലം, ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവുകൾ ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥനാണോ? അത്തരം വിവരങ്ങൾ അറിയാമോ? സർവീസിൽ എത്ര വർഷത്തെ പരിചയമുണ്ട്? അത്തരം ഡേറ്റകൾ ഉണ്ടോ? അഭിലാഷ്, ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന് വൈശാഖിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. ഇയാൾ ഇത്തരത്തിലൊരു പരാതി ഇയാൾക്കെതിരെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ നൽകി എന്ന് മാത്രമാണ് നമുക്ക് ഒരു വിവരം ലഭിച്ചത്. അത് പോലീസ് തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചതും. ഇയാളെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥനെ പ്രാഥമികമായി ഇയാളുടെ പേരിൽ പരാതി നൽകിയതിൽ കഴമ്പുണ്ടെന്ന് പറഞ്ഞ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവി അടക്കം ഇക്കാര്യത്തിൽ പ്രതികരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് അല്പസമയത്തിന് ശേഷം. ഇപ്പോൾ ഇത് സംബന്ധിച്ച് പീരുമേട് MLA വാഴൂർ സോമൻ മുഖ്യമന്ത്രിക്ക് ഇക്കാര്യം ഉന്നയിച്ച് കത്തും നൽകിയിട്ടുണ്ട്. എന്തായാലും കൂടുതൽ നടപടികൾ ഇയാളുടെ പേരിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഈ മറ്റു വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂടി ഫോണിൽ ഇയാൾ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട്. അത് ഏത് കാലത്താണ്, ഏത് സമയത്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. സൈബർ കുറ്റം അടക്കം ചുമത്തിയാണ് ഇയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അഭിലാഷ്, യെസ്, എന്തായാലും നിയമം പാലിക്കേണ്ടവർ, നിയമം സംരക്ഷിക്കേണ്ടവർ, സ്ത്രീകളുടെ സുരക്ഷ അടക്കമൊക്കെ ഉറപ്പുവരുത്തേണ്ട പോലീസ് സംവിധാനത്തിലാണ് ഇത്തരം പുഴുക്കുത്തുകളുള്ളത്. അത് തീർച്ചയായും കടുത്ത നടപടി തന്നെയാണ് ഇത്തരം ഉദ്യോഗസ്ഥർക്ക് എതിരെ ഭരണകൂടം സ്വീകരിക്കുകയും ചെയ്യേണ്ടത്.